Hi, good morning. Good morning. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? കേൾക്കാമോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി നോട്ടീസ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഓപ്പറേഷൻ തിയേറ്ററിൽ ഏതെല്ലാം ഡെഫിഷ്യൻസികളാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? യെസ്, ഇതിനപ്പുറം സൈസ് വരെ പറഞ്ഞു, ഫോർത്ത് പോയിന്റ് വരെ പറഞ്ഞു. അതിന് മുന്നുള്ള ടോപ്പിക്സിലൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നോ? വായിച്ചു നോക്കിയിരുന്നോ? Okay. Then fifth point start ചെയ്യാം. Fifth point, lack of laminar flow and mandatory air exchange system in OT. Lack of laminar flow and mandatory air exchange system in OT. എന്താണ് lack of laminar flow എന്ന് പറഞ്ഞാല്? Laminar flow എന്താണ് ലാമിനാർ ഫ്ലോ? നമ്മൾ പറഞ്ഞ ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നാ പറഞ്ഞത്? ഇനി പറഞ്ഞത് തിയേറ്റർ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞത്? ലാമിനാർ ഫ്ലോ. എന്താണ് ലാമിനാർ എന്ന് പറഞ്ഞ? ലാമിനാർ, യെസ്. ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ, അതായത് എന്താണ് തിയേറ്ററിനുള്ളിൽ ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെ? തിയേറ്ററിനുള്ളിൽ ഇൻഫെക്ഷൻസ് കുറയ്ക്കുന്നത് വേണ്ടിയുള്ള സിസ്റ്റം ആണല്ലോ എന്ന് പറയുന്നത് എയർ ഫിൽട്ടർ എന്ന് പറയുന്നത് അല്ലെ? ലാമിനാർ ഫ്ലോ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ തിളക്കമുള്ള റൂംസ് ആണെന്ന് പറഞ്ഞില്ലേ? ഓപ്പറേഷൻ റൂംസുകള് എങ്ങനെയുള്ള റൂം? ഇലുമിനേഷൻ കൂടുതലുള്ള ലൈറ്റ് ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള റൂംസുകളായിരിക്കാന്ന് പറഞ്ഞു. പക്ഷെ അത് എല്ലായിടത്തും ഒരേപോലെ ആവണം എന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ചില റൂംസിൽ എന്താണ് ഡെഫിഷ്യൻസി, ലൈറ്റ്സിന്റെ ഡെഫിഷ്യൻസി കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. ദെൻ മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം ഇൻ OT. എയർ എക്സ്ചേഞ്ച് സിസ്റ്റം എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്? ഏത് തരത്തിലുള്ള വെന്റിലേഷൻ സിസ്റ്റം ആയിരിക്കണം എന്നാണ് പറഞ്ഞത്? എയറിനെ ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെ? എയറിനെ ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കണം എന്താ എയർ എക്സ്ചേഞ്ച് സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം എന്താണ് അവിടെ ഇൻഫെക്ഷൻസ് അകത്തേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ടാവും. അപ്പൊ എന്താണ് അത്തരത്തില് എയർ ഫിൽട്ടർ ചെയ്യുന്ന ഭാഗത്തും എന്താണ് എഫിഷ്യൻസി ഉണ്ടെന്നാണ് ചില കേസസിൽ, ചില സ്ഥലങ്ങളിൽ ഉണ്ടെന്നാണ് അവിടെ പറയുന്നത്. ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ ആൻഡ് മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം ഇൻ OT. ക്ലിയർ ആണോ? ചില സ്ഥലങ്ങളിൽ ബ്രൈറ്റ്നസ് ഉണ്ടായിരിക്കില്ല, എന്നാൽ അത് മാത്രമല്ല പിന്നെ എന്താണ് എയർ ഫിൽട്ടർ ചെയ്യുന്ന സംവിധാനങ്ങളിലും എന്ത് പോരായ്മകള് ഉണ്ടായിരിക്കും എന്ന് പറയുന്നതും എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒരു പോരായ്മയായിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. Then lack of standard OT protocol. Lack of standard OT protocol. എന്താണ് എന്തെല്ലാം പ്രോട്ടോകോൾ ആണ് അവിടെ ഉള്ളത്? ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തെല്ലാം പ്രോട്ടോകോൾസ് ആണ് ഉള്ളത്? എന്തെല്ലാം പ്രോട്ടോകോൾസ് ആണ് ഉള്ളത്? കൃത്യമായ രീതിയിലെ പ്രോട്ടോകോൾസ് അവിടെ പാലിക്കപ്പെടുന്നുണ്ടോ?
പ്രോട്ടോകോൾ എന്ന് പറയുന്നത് നമ്മൾ നിയമാവലികൾ, കുറച്ച് പോളിസികളൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിൽ എങ്ങനെയായിരിക്കും നമ്മൾ പഠിച്ചിട്ടില്ലേ? കഴിഞ്ഞ പോർഷൻസ് ഒക്കെ അതൊക്കെയായിരുന്നു അല്ലേ? അവിടെ എന്താണ് വ്യക്തമായ രീതിയിൽ നമ്മളൊരു 10 പ്രിൻസിപ്പിൾ എന്നാണ് പഠിച്ചിട്ടുണ്ട്, ജനറൽ പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു OR എൻവയോൺമെന്റിൽ ഉണ്ടായിരിക്കുന്നത്, എന്തെല്ലാം പോളിസീസ് അവിടെ രൂപപ്പെടുത്തണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ വരുന്ന വീഴ്ചകൾ, അത്തരം പ്രോട്ടോകോൾസിൽ ഉണ്ടാവുന്ന വീഴ്ചകളൊക്കെ എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കുറവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് എല്ലാ പ്രോട്ടോകോൾസും കൃത്യമായ രീതിയിൽ പാലിക്കപ്പെടണമെന്നില്ല കേട്ടോ. അപ്പൊ എന്താണ് അങ്ങനെ വരുമ്പോൾ എന്താണ്, അതായത് ഇപ്പൊ ജോഫ്രി ആയിരിക്കുന്ന എൻവയോൺമെന്റിനെ എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ആക്കാനും ചില ടൈമിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരാം, ചിലപ്പോൾ അങ്ങനെ ആയിപ്പോയെന്ന് വരാം. അല്ലെങ്കിൽ കേസ് എന്തെങ്കിലും ഒരു ആക്സിഡന്റലി എങ്ങനെ സംഭവിക്കും. ഇപ്പൊ എന്താണ് പ്രോട്ടോകോൾസിൽ വരുന്ന വീഴ്ചയാണ്. ഇപ്പൊ ഏതെങ്കിലും വർക്കേഴ്സ് എന്തെങ്കിലും ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ OR എൻവയോൺമെന്റ് ചിലപ്പോൾ ക്ലീൻ അല്ലായിരിക്കും. അപ്പൊ എന്താണ് ആ പ്രോട്ടോകോളിൽ വരുന്ന ഒരു വ്യതിയാനമാണ് അല്ലെ. അപ്പൊ അതും എന്തായിട്ട് കണക്കാക്കുന്നു, ഒരു OTയുടെ യൂഷ്വൽ ഡെഫിഷ്യൻസി ആയിട്ട് തന്നെ അത് കണക്കാക്കുന്നു. ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് OT പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടോകോൾസിൽ വരുന്ന എന്തെങ്കിലും വീഴ്ചകളാണ് ഇവിടെ പറയുന്നത്. നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSSD, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. എന്താണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല്? അതായത് ഹോസ്പിറ്റലില് എന്തിനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണത്? ഹോസ്പിറ്റലിൽ ആവശ്യമുള്ള ഉപകരണങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേഷൻ ഒന്നും അവിടെ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താണ് എല്ലാരും ഒരു ഓപ്പറേഷൻ ആ ഒരു എൻവയോൺമെന്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇതെല്ലാം ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഉൾപ്പെടുത്തുന്നത്. അതിനൊന്നും സെപ്പറേഷൻ അവിടെ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ പ്രത്യേകം എന്താണ്, ഒരു റൂംസ് തന്നെ അതിന് നിർബന്ധമായിട്ട് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എന്താണ് അവിടെയും ഇൻഫെക്ഷൻസ് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ അതും എന്താണ് ഒരു അങ്ങനെ സെപ്പറേറ്റ് റൂംസ് ഇല്ലാത്ത, സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാത്തത് എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പോരായ്മയാണ്. നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ സെൻട്രൽ സ്റ്റെറൈൽ ഡിപ്പാർട്ട്മെന്റിന് CSSDക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു റൂം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ ആണോ? Then waiting area recovery, not well equipped, lack of basic facilities. ഇനി തിയേറ്ററിന് പുറത്തുള്ള വെയിറ്റിംഗ് ഏരിയ എങ്ങനെയായിരിക്കും? അവിടെ എന്തെല്ലാം ഡെഫിഷ്യൻസികൾ കാണിക്കുന്നു പറയുന്നുണ്ട്? നോട്ട് വെൽ എക്യുപ്ഡ് ആണ് അല്ലെ. അധികം തന്നെ സംവിധാനങ്ങളൊന്നും എന്താണ് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് റിലേറ്റീവ്സിനൊക്കെ ഇരിക്കാനായിട്ട് അധികം സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് അവിടെ പറയുന്നത്. ദെൻ എന്താ ജിസ്മിനി മെസ്സേജ് ചെയ്തത് മനസ്സിലായില്ല കേട്ടോ. ദെൻ നോട്ട് വെൽ എക്യുപ്ഡ്, അതെന്താണ് വെയിറ്റിംഗ് ഏരിയ വെൽ എക്യുപ്ഡ് അല്ലായിരിക്കാം. ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ്, എന്താണ് അധികം എന്താണ് ഫെസിലിറ്റീസ് കുറവായിരിക്കാം തിയേറ്ററിന്റെ പുറത്തുള്ളത്. അപ്പൊ വെയിറ്റിംഗ് ഏരിയയിൽ തന്നെ എന്താണ് 1-2 ചെയർസ് മാത്രം. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഏരിയാസ് കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പേരൊന്നും അവിടെ ഇരിക്കാനായിട്ട് എന്താണ് ചെയർസ് അധികം കൊടുത്തിട്ടുണ്ടാവില്ല. കാരണം എന്താണ് ജേം ഫ്രീ ഉണ്ടാവും, അതായത് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അധികം ആൾക്കാരെ അങ്ങോട്ടേക്ക് നിർദ്ദേശിക്കാത്തത്. പക്ഷെ എന്നിരുന്നാൽ പോലും എന്താണ് നമ്മൾക്ക് ഒരു പുറത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് എന്താണ് അത്യാവശ്യ കാര്യങ്ങളെങ്കിൽ അവിടെ അവരുടെ ആ ടെൻഷൻ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിഫ്രഷ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒന്നുണ്ട് ഈ OTയുടെ പുറത്തായിട്ട് കാണുന്നുണ്ടാവില്ല അല്ലെ. നോ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, യെസ് വെരി ഗുഡ്. ഒരു റിഫ്രഷ് ചെയ്യാനുള്ള ഏരിയാസ് ഒന്നും അവിടെ പ്രത്യേകം നിർണയിച്ചിട്ടുണ്ടാവില്ല. കൃത്യമായ രീതിയിലുള്ള സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒന്നും അവിടെ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അതെല്ലാം എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡെഫിഷ്യൻസിയിൽ ഉൾപ്പെടുന്നുണ്ട്. എത്ര ഡെഫിഷ്യൻസിയാണ്? 8 പോയിന്റ്സ് ആണ് അവിടെ പറയുന്നത്. നോ സെപ്പറേഷൻ ഏരിയാസ്, നോ സെപ്പറേറ്റ് റൂംസ് ഫോർ, ആർക്കൊക്കെയാണ് റൂംസ് സെപ്പറേറ്റഡ് ഇല്ലാത്തത്? സർജൻസിന്, അനസ്തേഷ്യോളജിസ്റ്റിന്, ജൂനിയർ ഡോക്ടേഴ്സിന്, OT അറ്റൻഡൻസിന്. ദെൻ അത്രയും പേർക്കൊന്നും എന്തില്ല എന്നാണ് പറയുന്നത്, റൂംസ് സെപ്പറേറ്റഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. Then not enough number of change rooms for different class of people. Then inappropriate size and type of doors. Then lack of laminar flow and mandatory air exit system in OT.
lack of standard OT protocol, then no separate central serial supply department, then waiting area recovery not well equipped and lack of basic facilities. ഇത് ഇമ്പോർട്ടൻസ് ഒന്നുമല്ല, എന്നാലും നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇതെല്ലാമാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡെഫിഷ്യൻസി എന്ന് ചോദിച്ചാൽ ഇതിലേതെങ്കിലും ഒരു പോയിന്റ്സ് നമ്മൾ ആൻസർ കണ്ടെത്തേണ്ടി വരും. ഓക്കെ, ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? യൂഷ്വൽ ഏരിയാസിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ദെൻ അങ്ങനെയാണ് നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ഏതെല്ലാം ടൈപ്സ് ആണ്? ചാപ്റ്റർ നമ്പർ 14 ഓപ്പറേഷൻ തിയേറ്റർ. ഏതൊക്കെ ടൈപ്സ് ഓപ്പറേഷൻ തിയേറ്ററുകളാണ് ഉള്ളത്? There are 3 types of operation theaters. ഏതൊക്കെയാണ്? First one, modular OT, modular operation theater. Then second one, integrated OT. Then hybrid OT. ഏതൊക്കെയാണ്? modular OT, integrated OT, then hybrid OT. തിയേറ്റേഴ്സിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, then hybrid operation theater. ഓക്കെ, ഇതിലെ ഫസ്റ്റ് വൺ എന്താണ്? മോഡുലാർ OT, മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. നിങ്ങൾ ഈ മോഡുലാർ എന്നൊരു പദം വേറെ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്? എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് മോഡുലാർ? ഹോസ്പിറ്റൽ അല്ലാതെ മോഡുലാർ എന്നുള്ള ടൈം എവിടെ കേട്ടിട്ടുണ്ട്? യെസ്, മോഡുലാർ കിച്ചൺസ്, മോഡുലാർ സിസ്റ്റം. ഓക്കെ, മോഡുലാർ കിച്ചന്റെ പ്രത്യേകത എന്താണ്? എന്താണ്? മോഡേൺ ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ടാണ് അല്ലെ, മോഡുലാർ ഡിസൈൻസ് ആണ് അല്ലെ. ഓക്കെ, എന്താണ് മോഡുലാർ OT എന്ന് നോക്കാം. Prefabricated modular OT is a finishing steel structure with jointless sterile coating that provides a high quality finish. എന്താണ് മോഡുലാർ OT എന്ന് പറയുന്നത്? ഒരു മോഡേൺ ടെക്നിക്സ് ആണ് അല്ലെ. മോഡുലാർ OT എന്ന് പറയുന്നത് മോഡേൺ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുള്ള, മോഡേൺ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് എന്റെ മോഡുലാർ OT എന്ന് പറയുന്നത്. അതിന്റെ ഫിനിഷിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റീൽ ആയിരിക്കും അല്ലെ. സ്റ്റീൽ കൊണ്ടാണ് അത് പൂർണ്ണമായും എല്ലാ എക്യുപ്മെന്റ്സുകളും, അതായത് തിയേറ്ററിന്റെ എല്ലാ സ്ട്രക്ചറും തയ്യാറാക്കിയിരിക്കുന്നത് സ്റ്റീൽ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ്. Then jointless sterile coating that provide high quality finish അല്ലെ. ഹൈ ക്വാളിറ്റി ആണ് ഇത്തരത്തിലുള്ള മോഡുലാർ OT പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു മോഡേൺ കോൺസെപ്റ്റ് ആണ് അല്ലെ. ഇതെന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടൊരു എൻവയോൺമെന്റ് ആയിരിക്കും ഒരു മോഡുലാർ OT എന്ന് പറയുന്നത്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടൊരു എൻവയോൺമെന്റ് ആണ് എന്താ മോഡുലാർ OT എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇത് ഓഫ് സൈറ്റിൽ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുകയും ദെൻ എന്താണ് ഓൺ സ്പേസിൽ വന്നിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓഫ് സൈറ്റിൽ വെച്ചിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യുന്നു, പണി തീർക്കുന്നു. അതിനുശേഷം ഓൺ സൈറ്റിൽ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്യുന്നത്, ഫുൾ ഫിനിഷ് ചെയ്തതിനു ശേഷമാണ് ഇത് വന്നുകൊണ്ട് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത്? ഒരു മോഡേൺ ടെക്നിക്സ് ആണ്, ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ് ഇത് മോഡുലാർ OT എന്ന് പറയുന്നത്. ഓഫ് സൈറ്റിൽ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്യുന്നു, ദെൻ ഓൺ സൈറ്റിൽ കൊണ്ടുവന്നത് എന്താണ് അതിന്റെ പൂർണ്ണമായ രൂപത്തിലേക്ക് ആക്കിയെടുക്കുന്നതാണ് എന്താ മോഡുലാർ OT എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്റ്റീൽ കൊണ്ടാണ് ഇത് കംപ്ലീറ്റഡ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആണ് എവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? മോഡുലാർ OTസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. Then these OT provide the benefit of. ഇനി ഒരു മോഡുലാർ OTയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? റാപ്പിഡ് കൺസ്ട്രക്ഷൻ. റാപ്പിഡ് കൺസ്ട്രക്ഷൻ എന്താണ്? നമ്മൾ പറഞ്ഞു എന്താണ്? ഓഫ് സൈറ്റിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ഓൺ സൈറ്റിൽ കൊണ്ട് സ്ഥാപിക്കുക എന്ന് പറഞ്ഞു അല്ലെ.
എന്താണ് പെട്ടെന്ന് തന്നെ ഇത് ഫാസ്റ്റ് ആയിട്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലാണ് ഇതിന്റെ പെട്ടെന്ന് തന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്താണ്? പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡർ. പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡർ, അതായത് ഇൻഫെക്ഷൻസ് പ്രിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും തന്നെ, കണ്ടാമിനേഷൻ ആവാത്ത തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും തന്നെ, പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും തന്നെ മോഡുലാർ ഒട്ടിയിൽ അവര് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്താണ്? പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ് എവിടെയുണ്ടായിരിക്കും? ഒരു മോഡുലാർ ഒട്ടിയിൽ ഉണ്ടായിരിക്കും. ലോങ് ഡ്യൂറബിലിറ്റി. ലോങ് ഡ്യൂറബിലിറ്റി എന്താണ്? ലോങ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് കുറെ കാലം നീണ്ടു നിൽക്കും അല്ലെ? കുറെ കാലം, അതായത് ഇതിനെന്താണ്? ഗ്യാരണ്ടീഡ് ആണ് ഇത്. എന്താണ്? വെൽ സെറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചതിനാൽ തന്നെ എന്താണ് ഇത് ലോങ് ഡ്യൂറബിലിറ്റി, ഒരുപാട് കാലം തന്നെ ഇത് നിലനിൽക്കുന്ന തരത്തിലാണ് അതിന്റെ സ്ട്രക്ചർ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ. ഫോർത്ത് പോയിന്റ് നോക്കി, strong and flexible for future expansion. Strong and flexible for future expansion. എന്താണ് പറയുന്നത്? എന്താണ് പറയുന്നത്? Strong and flexible for future expansion. യെസ്, എന്താണ് ഇത്? ഇതിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു അല്ലെ? എന്താണ്? സ്റ്റീൽ സ്ട്രക്ചർ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇത് ഒരുപാട് കാലം നിലനിൽക്കുകയും ചെയ്യുന്നതാണ്. ഫ്യൂച്ചർ എക്സ്പാൻഷൻ, കുറെ കാലം തന്നെ ഫ്യൂച്ചറിലേക്കും നമ്മൾക്കിത് നല്ല ഫലപ്രദമായ രീതിയിൽ തന്നെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? അഡ്വാൻസ്ഡ് ടെക്നോളജി ഇവിടെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇത് ഭാവിയിലേക്ക് കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. യെസ്, ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞത് ഏത് സാധനം, ഏതൊരു ഡിവൈസ് പോലും അവിടെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാനുള്ള സംവിധാനം എവിടെ ഉണ്ടായിരിക്കും? മോഡുലാർ ഒട്ടിയിൽ ഉണ്ടായിരിക്കും. ഇതിൽ പെട്ടെന്നൊന്നൊരു സമയത്തിന്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെയാണ് ഇതിന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഫ്ലെക്സിബിൾ എന്നൊരു വാക്ക് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ് എന്താ മോഡുലാർ ഒട്ടി എന്ന് പറയുന്നത്. ഓക്കെ. യെസ്, ടൈം കൺസ്യൂമിങ് ആണ് അല്ലെ? ഒരുപാട് സമയമൊന്നും ഇവിടെ ആവശ്യമില്ല. ഏജ് ഓഫ് മെയിൻ്റനൻസ്. ഏജ് ഓഫ് മെയിൻ്റനൻസ് എന്താണ്? ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെയാണ്? പെട്ടെന്ന് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അധികം ബുദ്ധിമുട്ടുകളൊന്നും വരുന്നതല്ല. യെസ്. ഇൻസ്റ്റാളേഷൻ സപ്പോർട്ട് ഓഫ് എക്വിപ്മെന്റ്. ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്വിപ്മെന്റ്. ഇനി ഏതെങ്കിലും ഇതിലെ ഒരു ഡിവൈസിന് എന്തെങ്കിലും ഒരു എന്താണ് അത് വർക്ക് ചെയ്യാതെ വരികയോ അങ്ങനെ വന്നാൽ തന്നെ അത് മാറ്റി മറ്റൊരെണ്ണം സെറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കും. അടുത്തൊരു ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ തന്നെ എന്താണ് അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ വരുന്നതല്ല. അത് എത്രയും പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊരു എക്യുപ്മെന്റ്സിനാണോ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നത് അത് മാറ്റി ഉടനെ തന്നെ മറ്റൊരു എക്യുപ്മെന്റ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അത് മോഡുലാർ ഒട്ടിയുടെ വളരെ വലിയൊരു പ്രത്യേകതയാണ്. ഓക്കെ. Provision of opening needed for the installation without affecting hardness of structure. എന്താണ് provision of opening needed for the installation without affecting hardness of structure. എന്താണ് ഈ പോയിന്റ്സിലെല്ലാം തന്നെ ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മൾ പറഞ്ഞിട്ട് ഒരു ഡിവൈസിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ വരികയാണെങ്കിൽ എന്താണ് ഇത് മൊത്തത്തിലൊന്നും മാറ്റിയെടുക്കേണ്ട കാര്യമില്ല അല്ലെ? മൊത്തത്തിൽ ഇത് അഴിച്ചു പണിയേണ്ട ആവശ്യമില്ല. അതായത് എന്താണ് അതിന്റെ സ്ട്രക്ചറിന് യാതൊരു വിധത്തിലും എന്താണ് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല അല്ലെ? എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അത് മാറ്റിയിട്ട് അടുത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രക്ചറിനെ യാതൊരു തരം യാതൊരു വിധത്തിലൊന്നും തന്നെ എഫക്ട് ചെയ്യുന്നില്ല. ഏത് ഡിവൈസിന് കേടുപാട് വന്നാലും അത് മാറ്റി അടുത്തൊരു ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പ്രോപ്പർ ആയിട്ട്
സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണ് മോഡുലാർ റൂട്ടിംഗ് എന്ന് പറഞ്ഞാല്? എന്താണ് മോഡുലാർ റൂട്ടിംഗ് എന്ന് പറഞ്ഞാല്? പറഞ്ഞേ. A prefabricated modular OT is a finished steel structure with the jointless sterile coating that provide a high quality finish. High quality finishing ആണ്, sterile high quality coating ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പറയാം നമ്മൾ അതിലേക്ക് വരുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റീൽ സ്ട്രക്ചർ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രത്യേകതകളാണ് ഇതിനുള്ളത്? റാപ്പിഡ് കൺസ്ട്രക്ഷൻ, അല്ലെ? എത്രയും പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്, അല്ലെ? എന്താണ്? ഇൻഫെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് എല്ലാ മെഷേഴ്സും, ഇൻഫെക്ഷൻസ് ഇല്ലാതാക്കുന്നതിനുള്ള എല്ലാ മെഷേഴ്സും, പ്രിവെന്റ് ചെയ്യുന്ന എല്ലാ മെഷേഴ്സും ഒരു മോഡുലാർ OT-യിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അഡ്വാൻസ്ഡ് ടെക്നോളജി ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ബാക്ടീരിയൽ ഗ്രോത്ത് ഇല്ലാതിരിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ മോഡുലാർ OT-യിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ലോങ് ഡ്യൂറബിലിറ്റി ആണ്, നമ്മൾ പറഞ്ഞ ദീർഘകാലം നിലനിൽക്കുന്നതാണ്. സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. എന്താണ്? ഇത് സ്ട്രോങ്ങും ഫ്ലെക്സിബിളുമാണ്, അതുപോലെ തന്നെ ഭാവിയിലേക്ക് ഏറെക്കാലം നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ്. Ease of maintenance, ഇത് എങ്ങനെ നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും? വളരെ ഫലപ്രദമായി തന്നെ എളുപ്പത്തില് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും, ഈസി ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് എക്യുപ്മെന്റ്, ഏതെങ്കിലും ഒരു ഡിവൈസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. Then 7th point തന്നെ provision of opening needed for the installation without affecting hardness of structure. അതായത് ഇത് മൊത്തത്തിൽ തന്നെ ഇതിൽ എന്തെങ്കിലും ഒരു കേടുപാടുകൾ വന്നാൽ ഇത് മൊത്തത്തിൽ തന്നെ അഴിച്ചു പണിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ മാറ്റം വരുത്താതെ, ഇതിന്റെ സ്ട്രക്ചറിന് മാറ്റം വരുത്താതെ അതിന് മിനുക്കപ്പണികൾ വേണമെങ്കിലും നമുക്ക് അതിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ സ്ട്രക്ചറിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. എന്ത് ഡിവൈസിന് കംപ്ലൈന്റ് ഉണ്ടായെങ്കിലും പോലും ആ ഡിവൈസ് മാറ്റി അടുത്ത ഡിവൈസ് അവിടെ കണക്ട് ചെയ്യും, അത്രേ ഇവിടെ വരുന്നുള്ളൂ കേട്ടോ. മനസ്സിലായോ? മോഡുലാർ OT എന്താന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? രണ്ട് പ്രാവശ്യം കൂടി വായിച്ചു നോക്കിയാൽ മതി, മനസ്സിലാവും കേട്ടോ. നെക്സ്റ്റ്, അപ്പൊ നമ്മള് ഫസ്റ്റ് ടൈപ്പ് പഠിച്ചു അല്ലെ, മോഡുലാർ OT അല്ലെ? അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുകൊണ്ടുള്ള ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ് എന്ത്? മോഡുലാർ OT എന്ന് പറയുന്നത്. സെക്കൻഡ് ഏത് ടൈപ്പാണ്? ഇന്റർഗ്രേറ്റഡ് OT. ഇന്റർഗ്രേറ്റഡ് OT functionally linking the OT environment. This consists of patient information, audio, video, surgical lights, room lights, AC and medical equipment. Okay. എന്താണ് ഇന്റർഗ്രേറ്റഡ് OT എന്ന് പറഞ്ഞാല്? എന്താണ് ഇന്റർഗ്രേറ്റഡ് എന്ന് പറഞ്ഞാല്? ഇന്റർഗ്രേറ്റ് ചെയ്യുക. ഇന്റർഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനെയും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള, അല്ലെ? എല്ലാത്തിനെയും ലിങ്ക് ചെയ്യിച്ചുകൊണ്ടുള്ള, അല്ലെ? എല്ലാ സംവിധാനങ്ങളും, അഡ്വാൻസ് ടെക്നോളജികളും എല്ലാ തരത്തിലുള്ള ടെക്നിക്സുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള, അതായത് എന്താണ്? ഡിജിറ്റൽ ഇമാജിംഗ് ആണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്, അല്ലെ? ഡിജിറ്റൽ, അതായത് OT എൻവയോൺമെന്റിൽ എന്തൊക്കെ വരുന്നുണ്ട്? പേഷ്യന്റ് ഇൻഫോർമേഷൻസ്, ഓഡിയോ, വീഡിയോ, സർജറിക്കൽ ലൈറ്റ്സ്, റൂം ലൈറ്റ്സ് ആൻഡ് AC മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഇത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളെയും കൂടിയിട്ട് ഇന്റർഗ്രേറ്റ് ചെയ്യുന്നത്, ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു OT ആണ് ഇന്റർഗ്രേറ്റഡ് OT എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ലിങ്ക് ചെയ്യുന്നത്? അവിടെ ഏതൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻ, ഓഡിയോ, വീഡിയോ, സർജറിക്കൽ ലൈറ്റ്സ്, റൂം ലൈറ്റ്സ് ആൻഡ് AC മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഇനി ഈ ഇന്റർഗ്രേറ്റഡ് OTയുടെ ബെനിഫിറ്റ് എന്തായിരിക്കാം? ഇന്റർഗ്രേറ്റഡ് OTയുടെ ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കാം? എന്തിനാണ് ഇവിടെ ഓഡിയോ, വീഡിയോ എന്ന് പറയുന്നത്?
എന്തിനായിരിക്കാം ഓഡിയോ വീഡിയോസ് എന്ന് പറയുന്നത്? അറിയില്ല. ഇന്റഗ്രേറ്റഡ് OTയില് ഓഡിയോസും വീഡിയോസും ഉപയോഗിച്ചുകൊണ്ട് ലൈവ് ആയിട്ടാണ് അല്ലെ, ലൈവ് ആയിട്ടാണ് ഇത് എന്താണ് ഈ സർജറീസ് നടക്കുന്നത് അല്ലെ. അപ്പൊ സർജറി റിസൾട്ട് ആ റൂമിൽ വെച്ച് തന്നെ എന്താണ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലാണ് അതിന്റെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഓഡിയോ ലൈവ് സർജറീസ് റെക്കോർഡ് ചെയ്യുന്നത് അല്ലെ, ലൈവ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ആ സർജറീസിൽ ആ വീഡിയോസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ സർജൻസിന് മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനവും എവിടെ ഉണ്ടായിരിക്കും? ഇന്റർഗ്രേറ്റഡ് OTയില് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് പുറത്തു നിന്നുള്ള ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പെട്ടെന്ന് പുറത്തു പോയിട്ട് വന്ന് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടായിരിക്കില്ല അല്ലെ. ആക്സിഡന്റ് ആയിട്ട് വരുന്ന കേസസുകളൊക്കെ പെട്ടെന്ന് തന്നെ അതിനോട് നിർദ്ദേശം എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് വരികയാണെങ്കിൽ അടുത്തുള്ള ഒരു ഡോക്ടറായിട്ട് കണക്ട് ചെയ്യാനായിട്ടും അതിൽ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് സർജറി പ്രോപ്പർ ആയിട്ട് നടത്തുവാനായിട്ടൊക്കെ എന്തിലൂടെ സാധിക്കുന്നു? ഇത്തരത്തിലുള്ള ഇന്റർഗ്രേറ്റഡ് OTയിലൂടെ സാധിക്കുന്നു. ഓക്കെ, ഓക്കെ ആണോ? യെസ്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഇന്റർഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മളെ എന്താണ് ഉപയോഗിക്കുന്നത്? പ്രധാനമായിട്ടും IT സിസ്റ്റത്തെയാണ് കൂട്ടി യോജിപ്പിക്കുന്നത് അല്ലെ. IT ഇൻഫർമേഷൻ ടെക്നോളജി സിസ്റ്റത്തിനെ കൂടിയാണ് ഇവിടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള സർജറിക്കൽ പ്രോസസ്സാണ് ഒരു OT എൻവയോൺമെന്റിലാണ് നടക്കുന്നത്. ഏതുതരം OTയില്? ഇന്റർഗ്രേറ്റഡ് OTയില്. ഓക്കെ, IT സിസ്റ്റത്തെ കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്റർഗ്രേറ്റഡ് OTയില് നടത്തപ്പെടുന്നത്. Functional link in the OT environment. This consists of patient information, audio, video, surgical lights, room lights, AC, medical equipments. ഇത്തരം കാര്യങ്ങൾ തന്നെ എവിടെ ഉണ്ടായിരിക്കും? ഇന്റർഗ്രേറ്റഡ് OTയില് ഉണ്ടായിരിക്കും. ലൈവ് റെക്കോർഡിങ്സ് പ്രോപ്പർ ആയിട്ട് നടത്താൻ സാധിക്കുന്നു. അതുപോലെ തന്നെ സർജറി കഴിഞ്ഞതിന് ശേഷം അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അതിന്റെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യാനും ഇന്റർഗ്രേറ്റഡ് OTയിലൂടെ സാധിക്കുന്നു. പിന്നെന്താണ്? ഇൻ കേസ് ആക്സിഡന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരികയാണെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു വ്യക്തിയുമായിട്ട് സർജൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരവും ഇന്റർഗ്രേറ്റഡ് OTയില് ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? Then hybrid OT. Third one, hybrid OT. Hybrid OT. എന്താണ് ഹൈബ്രിഡ് OT എന്ന് പറഞ്ഞാൽ? എ സർജിക്കൽ തിയേറ്റർ that is equipped with modern medical imaging device like C-arms, CT scanners, MRI scanners. This allows slightly invasive surgery, less incisions. എന്താണ് ഹൈബ്രിഡ് OT എന്ന് പറയുന്നത്? ഇവിടെ മെഡിക്കൽ ഇമാജിങ്ങിനെയാണ് പ്രധാനമായും പറയുന്നത് അല്ലെ. മെഡിക്കൽ ഇമാജിംഗ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? C-arms, CT സ്കാനേഴ്സ്, MRI സ്കാനേഴ്സ്. എന്താണ് C-arms എന്ന് പറഞ്ഞാൽ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ C-arms? ഇത് ഓപ്പറേഷൻ തിയേറ്ററിലാണ് പ്രധാനമായിട്ട് കാണുന്നത് അല്ലെ. എക്സ്റേ എടുക്കുന്ന ഒരു മറ്റൊരു ഡിവൈസ് ആണ് എന്ത്? C-arms എന്ന് പറയുന്നത്. ഷേപ്പ് എന്ന് പറയുന്നത് C ആകൃതിയിലാണ് ഇരിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരു C ഷേപ്പിൽ വന്നിട്ട് മുകളിലും താഴേക്ക് ടോപ്പിലും ബോട്ടത്തിലായിട്ട് നല്ല ലൈറ്റ്സുകൾ കാണാൻ സാധിക്കും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ C-arms? കാണാത്തവർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. C-arms. ഓക്കെ, അപ്പൊ എവിടെയാണ് C-arms കാണപ്പെടുന്നത്? ഒരു ഹൈബ്രിഡ് OTയിലായിരിക്കും ഇത്തരത്തിലുള്ള ഒരു മെഡിക്കൽ ഇമാജിംഗ് C-arms കാണുന്നത്. CT സ്കാനർ. എന്താണ് CT സ്കാനർ? CT സ്കാൻ ചെയ്തിട്ടുണ്ടോ നിങ്ങള്? CT സ്കാൻ ചെയ്തിട്ടുണ്ടോ? യെസ്,
CT സ്കാൻ എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ ടോപ്പോഗ്രാഫി അല്ലെ, ടോമോഗ്രാഫി സ്കാൻ, കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ. അറിയാത്തവരാണെങ്കിൽ എഴുതിയെടുക്കട്ടോ. കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ ആണ് CT സ്കാൻ എന്ന് പറയുന്നത്. യെസ്, മെസ്സേജിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നോക്കി എഴുതിയെടുത്തോളൂ കേട്ടോ. പറയണോ? സ്പെല്ലിംഗ് പറയണോ? വേണ്ടല്ലോ. കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ ആണ് നമ്മൾ CT സ്കാൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ CT സ്കാൻ ചെയ്യുന്നത്? To create detailed picture of inside the body അല്ലെ, ഇൻസൈഡ് ദ ബോഡിയിലെ ഡീറ്റെയിൽഡ് പിക്ചേഴ്സ് ആണ് എന്ത് CT സ്കാനേഴ്സിലൂടെ എടുക്കുന്നത്. അതൊരു ഡിജിറ്റൽ ഇമാജിംഗ് ആണ്, മെഡിക്കൽ ഇമാജിംഗ് ആണ് എന്ത് CT സ്കാനർ എന്ന് പറയുന്നത്. ഓക്കെ, ഏതിന്റെയൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്? ബോൺസിന്റെ, മസിൽസിന്റെ, ഓർഗൻസിന്റെ ഒക്കെയാണ് എന്ത് CT സ്കാൻ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? CT സ്കാൻ എന്താണെന്ന് മനസ്സിലായോ? കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ ആണ് CT സ്കാൻ എന്ന് പറയുന്നത്. Then MRI സ്കാനർ, MRI മാഗ്നറ്റിക് റിസോണൻസ് അല്ലെ, മാഗ്നറ്റിക് റിസോണൻസ് ഇമാജിംഗ് ആണ് എന്ത് MRI, മാഗ്നറ്റിക് റിസോണൻസ് ഇമാജിംഗ് is a medical imaginary technique അല്ലെ, it's a medical imaginary technique ആണ് MRI സ്കാനിങ്. അപ്പൊ സിയാംസിനും CT സ്കാനിനേക്കാളും ഏറ്റവും മുകളിൽ നിൽക്കുന്ന പൊസിഷൻ ആണ് എന്ത് MRI സ്കാനിനുള്ളത്. എന്തുകൊണ്ടായിരിക്കും MRI സ്കാനിന് ഇത്രയും പ്രത്യേകത വരാൻ കാരണം? അറിയില്ല. എന്തിന്റെ പിക്ചേഴ്സ് ആണ് ഇത് എടുക്കുന്നത്? എന്തിന്റെ പിക്ചേഴ്സ് ആണ് എടുക്കുന്നത് MRI സ്കാനിലൂടെ? ശരീരത്തിന്റെ ഉള്ളിലെ അതിന്റെ അതുപോലെ തന്നെ അനാട്ടമി, നമ്മുടെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ അല്ലേ, മൊത്തത്തില് ബോഡി സ്ട്രക്ചർ ആണ് എന്ത് MRI സ്കാനിൽ എടുക്കുന്നത്. ഓക്കെ ഓക്കെ യെസ്, പലതരത്തിലുള്ള ഡയറക്ഷനിൽ നിന്നുള്ള 3D ഇമാജിംഗ് ആണ് ഇതിൽ വരുന്നത് MRI സ്കാനിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് വെസൽസിന്റെയും കൂടി എന്തെടുക്കുന്നു? സ്കാൻ ചെയ്യാനും MRI സ്കാനിലൂടെ സാധിക്കുന്നു. ഓക്കെ, ആ ബോൺസ്, മസിൽസ്, പിന്നെ എന്തൊക്കെയാണ്? ഓക്കെ, ഇതെല്ലാം ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്? ഹൈബ്രിഡ് OTയിലാണ് വരുന്നത് അല്ലെ. നമുക്ക് ഇതിന്റെ ഒന്ന് എക്സ്പ്ലനേഷൻസ് ഒന്നും പഠിക്കണ്ട കേട്ടോ, ജസ്റ്റ് പറഞ്ഞോളൂ. എന്താണ് ഹൈബ്രിഡ് OTയിലാണ് എന്തെല്ലാം സംവിധാനങ്ങൾ വരുന്നത്? ഹൈബ്രിഡ് OT എന്ന് വിചാരിച്ചാൽ തന്നെ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഇറ്റ്സ് മെഡിക്കൽ ഇമാജിനിങ് ആണ് അല്ലെ. ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഇമാജിനിങ് കൊടുക്കുന്ന ഒരു സംവിധാനങ്ങളുള്ള ഒരു OT ആയിരിക്കും എന്ത് ഹൈബ്രിഡ് OT എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെ മെഡിക്കൽ ഇമാജിൻ ഡിവൈസസ് ആണ് അവിടെ വരുന്നത്? ഏതൊക്കെ മെഡിക്കൽ ഇമാജിൻസ് ഡിവൈസസ് ആണ് അവിടെ വരുന്നത്? സിയാംസ്, CT സ്കാനേഴ്സ്, MRI സ്കാനേഴ്സ് അല്ലേ. ഓക്കെ, ഹൈബ്രിഡ് OTയിൽ എന്തൊക്കെയാണ് വരുന്നത്? CT സ്കാനേഴ്സ്, MRI, then സിയാംസ്. ഓക്കെ, എന്താണ് CT, എന്താണ് MRI, എന്താണ് സിയാംസ് എന്നുള്ളത് മനസ്സിലായോ? ഏതൊക്കെ ടൈപ്സ് OTകളാണ് ഉള്ളത്? അതായത് 3 ടൈപ്സ് ഓഫ് OT ഏതൊക്കെയാണ്? മോഡുലാർ OT, ഇന്റർഗ്രേറ്റഡ് OT,
ഹൈബ്രിഡ് OT അല്ലേ? ഓക്കെ. 3 OTയിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? മനസ്സിലായോ? ഏതാണ് ആവർത്തിക്കേണ്ടത്? മോഡുലാർ OT എന്നാണ്. നമുക്ക് ഒന്നുകൂടി കൺസോളിഡേറ്റ് ചെയ്ത് പറയാം. മോഡുലാർ OT എന്ന് പറയുന്നത് എന്താണ്? മോഡേൺ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് മോഡുലാർ OT ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സിയാംസ് ആണോ? ജോഷിനിക്ക് മനസ്സിലാകുന്നത് സിയാംസ് എന്താണെന്നാണോ? ഇതൊരു എന്താണ്, എക്സ്റേ എടുക്കുന്ന മറ്റൊരു ഡിവൈസ് ആണ്. ഇത് ഹൈബ്രിഡ് OTയിലാണ് ഇത് കാണുന്നത്. സി ഷേപ്പിലാണ് ഈ സിയാംസ് എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് അതിന് ആ പേര് അവിടെ നൽകിയിരിക്കുന്നത്. ഓക്കെ, സി ടൈപ്പ് സ്കാനർ ആണ് കേട്ടോ. മനസ്സിലായോ? മോഡുലാർ OT പറഞ്ഞല്ലോ. ഓക്കെ, എന്താണ് മോഡേൺ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് എന്റെ മോഡുലാർ OT എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റീൽ സ്ട്രക്ചർ ആയിരിക്കും. ഹൈ ക്വാളിറ്റി ഫിനിഷിംഗ് ആയിരിക്കും എന്തിനുള്ളത്? മോഡുലാർ OTക്കുള്ളത്. അതിന്റെ ബെനിഫിറ്റ്സുകൾ നമ്മൾ പറഞ്ഞു. റാപ്പിഡ് കൺസ്ട്രക്ഷൻ, പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ, ഇൽഡപ്പ്, ലോങ് ഡ്യൂറബിലിറ്റി. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. സംശയം ഉണ്ടോ ഈ പോയിന്റ്സുകൾ? മോഡുലാർ OTയുടെ ബെനിഫിറ്റ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല, നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെ അവിടെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, then strong and flexible future expansion is ease of maintenance. ease എന്ന് പറയുന്നത് ഈസി എന്നുള്ള മീനിങ് തന്നെയാണ് കേട്ടോ. ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് എക്യുപ്മെന്റ്. പിന്നെ എന്താണ്? പ്രൊവിഷൻ ഓഫ് ഓപ്പണിംഗ് നീഡഡ് ഫോർ ഇൻസ്റ്റാളേഷൻ വിത്തൗട്ട് എഫക്റ്റീവ് ഹാർഡ്നെസ് ഓഫ് സ്ട്രക്ചർ. എന്താണ്? ഇത് മൊത്തത്തിൽ ഒന്ന് അയച്ചു പണിക്കേണ്ട കാര്യമില്ല. ഇതിൽ എന്ത് കേടുപാട് വന്നാലും ഇപ്പൊ തന്നെ ആ ഡിവൈസ് മാറ്റി മറ്റൊരു ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇന്റർഗ്രേറ്റഡ് OT എന്ന് പറയുന്നത് എന്താണ്? അല്ല, അതായത് ഐ ടി സിസ്റ്റമായിട്ട് കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇന്റർഗ്രേറ്റഡ് OT എന്ന് പറയുന്നത് അല്ലെ. അവിടെ എന്താണ്? ലൈവ് ആയിട്ട് സർജറീസ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്? ഹൈബ്രിഡ് OT എന്താണ്? ഇവിടെ ഡിജിറ്റൽ ഇമാജിംഗ്, മെഡിക്കൽ ഇമാജിംഗ് ആണ് ഇവിടെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. യെസ്, സിയാംസ്, CT സ്കാനേഴ്സ്, MRI സ്കാനേഴ്സ്, അതൊക്കെയാണ് എന്ത്? മെഡിക്കൽ ഇമാജിനിങ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് OTയിലാണ് ഇത്തരത്തിലുള്ള മെഡിക്കൽ ഇമാജിംഗ് ഡിവൈസസുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊക്കെ ആയിരിക്കും എന്ത്? ഹൈബ്രിഡ് OT കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇനി മാഗസിൻ കാണണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു തിയേറ്റർ ആണ് ഹൈബ്രിഡ് OT എന്ന് പറയുന്നത്. ഇവിടെ ഏത് തരത്തിലുള്ള സർജറീസ് ആണ് നടത്തുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അലോ സ്ലൈറ്റ്ലി ഇൻവാസീവ് സർജറി അല്ലെ. ഏത് തരത്തിലുള്ള സർജറീസ് ആണ് നടത്തുന്നത്? ലെസ് ഇൻവാസീവ് ആയിട്ടുള്ള സർജറി നമ്മൾ ഫസ്റ്റ് പഠിച്ചല്ലോ. ഏത് സർജറിയാണത്? എന്ത് സർജറിയാണ് പഠിച്ചത്? ചെറിയ ഇൻസിഷൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യണത്. എന്ത് സർജറിയാണ് നമ്മൾ പഠിച്ചത്? ഓക്കെ, നോട്ട് നോക്ക് കേട്ടോ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? PDF കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ 3 ടൈപ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അടുത്ത ഭാഗത്ത് നോക്കാലോ. പ്രിവെന്റീവ് മെഷേഴ്സ് നോക്കാലോ. പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻ ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. എനിക്ക് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്ത് കിടക്കണ്ടേ? എത്ര ദിവസമായല്ലേ? എനിക്ക് എന്നെ ബോറടിച്ചു വന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പോർഷൻസും വിശദമായിട്ട് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി ഏതൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ
അറിഞ്ഞിരിക്കേണ്ടത്. പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായാലും പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത് അതായത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ അപകടങ്ങൾക്കെതിരായ പ്രതിരോധ നടപടികൾ അല്ലെ. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എപ്പോ വേണമെങ്കിലും ഒരു എന്താണ് അപകടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം എന്തെല്ലാം മെഷേഴ്സുകൾ, പ്രിവെന്റീവ് മെഷേഴ്സ്, പ്രതിരോധിക്കാൻ എന്തെല്ലാം മെഷേഴ്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. Put on shoes prepared for nurses with non-slip soles. Put on shoes prepared for nurses with non-slip soles. എന്താണ് ഇവിടെ പറയുന്നത്? നഴ്സുമാർക്ക് മാത്രമായി തയ്യാറാക്കിയ ഷൂസ് ആണ് അവിടെ ധരിക്കേണ്ടത്. അതൊരിക്കലും എന്താണ്, ഏത് തരത്തിലുള്ള ഷൂസ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്? കവേർഡ് ഷൂസ് ആയിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. മാത്രമല്ല അതൊരിക്കലും സ്ലിപ്പ് ആവാൻ പാടില്ല അല്ലെ. സ്ലിപ്പ് ആവാൻ പാടില്ലാത്ത ടൈപ്പ് ആയിരിക്കണം ഒരു ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ നഴ്സുമാര് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നോട്ട്സ് കാണുന്നില്ലല്ലോ? കാണുന്നില്ല? സ്ക്രിപ്പുള്ള ഷൂസുകൾ ഉപയോഗിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് OT-യിൽ പ്രത്യേകം നിർമ്മിതമായിട്ടുള്ള ഷൂസുകൾ ഉണ്ടായിരിക്കും, അത് തന്നെ ഉപയോഗിക്കുക. വോയിസ് ക്ലിയർ അല്ല? ഒക്കെ പറയണോ? ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. പുട്ട് ഓൺ ഷൂസ് പ്രിപ്പയർഡ് ഫോർ നഴ്സസ് വിത്ത് നോൺ സ്ലിപ്പ് സോൾസ്. എന്താണ്? നഴ്സുമാർക്ക് മാത്രമായിട്ട് തയ്യാറാക്കിയ ഷൂസ് മാത്രമേ അവിടെ ധരിക്കാൻ പാടുള്ളൂ. സ്ലിപ്പ് ആവുന്ന തരത്തിലുള്ള ഷൂസുകൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താണ്? ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് വിത്ത് utmost care, proper waste disposal also. Handle sharp objects with utmost care, proper waste disposal also. എന്താണ് ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തിയേറ്റേഴ്സിലെ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെ ഒബ്ജക്ട്സുകളാണ്? സിസേഴ്സ്, നീഡിൽസ്, നൈഫ്, പിന്നെ എന്തൊക്കെയാണ്? എല്ലാ ഇൻസ്ട്രുമെന്റ്സും തന്നെ എന്താണ്, മുറിവുണ്ടാവാൻ ചാൻസസ് ഉള്ളതാണ് അല്ലെ. ഇതൊക്കെ എവിടെയാണെന്ന് നമുക്ക് തോന്നുന്ന സ്ഥലത്ത് നമുക്ക് ഇത് ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. അതിന് പ്രോപ്പർ ആയിട്ടൊരു വേസ്റ്റ് കണ്ടാമിനൻസ് ഉണ്ടായിരിക്കും അല്ലെ. വേസ്റ്റ് കളയുന്നതിനുള്ള, ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള വേസ്റ്റ് ബാസ്ക്കറ്റുകൾ ഉണ്ടായിരിക്കും. അതിൽ മാത്രമേ ഇത് കേൾക്കാമോ? ഓക്കെ, അതായത് ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ അല്ലെ. ഓരോ ഒബ്ജക്റ്റുകളും നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ സിസേഴ്സ്, നീഡിൽസ്, നൈഫ് ഒക്കെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കെയർഫുൾ ആയിട്ട് അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല എന്താണ്, അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയും വേണം. അതിന്റെ ഉപയോഗത്തിന് ശേഷം ഇത് എവിടെയാണ് നിക്ഷേപിക്കാൻ പറയുന്നത്, ഡിസ്പോസ് ചെയ്യാൻ പറയുന്നത് എന്നവിടെ പറഞ്ഞിട്ടില്ല. എവിടെയാണിത്? പഞ്ച് റെസിസ്റ്റഡ് കണ്ടെയ്നേഴ്സിലാണ്. പഞ്ച് റെസിസ്റ്റഡ് കണ്ടെയ്നേഴ്സിലാണ് ഇത്തരത്തിലുള്ള ഷാർപ്പ് ഒബ്ജക്ട്സുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. എഴുതി വെക്കുക കേട്ടോ. പഞ്ച് റെസിസ്റ്റഡ് കണ്ടാമിനേഴ്സിലാണ് ഇത്തരത്തിലുള്ള ഷാർപ്പ് ഒബ്ജക്റ്റുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. പഞ്ച് റെസിസ്റ്റഡ് കണ്ടാമിനർ. ഓക്കെ ആണോ? ഷാർപ്പ് ഒബ്ജക്ട്സുകള് കേൾക്കുന്നില്ല. നിഷയുടെ മൈക്ക് ഓഫ് ആണോ എന്ന് നോക്കിയേ. റേഞ്ച് കൊടുത്തിരിക്കട്ടോ. ഇപ്പൊ കേൾക്കാമോ നിഷ? ഇല്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? എല്ലാവർക്കും കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല. അനീഷ റേഞ്ച് ഉള്ളോടത്തിരിക്കട്ടോ. ചിലപ്പോ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കാം കേൾക്കാൻ പറ്റാത്തത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് പോയിന്റ് മനസ്സിലായല്ലോ. എന്താണ് ഷാർപ്പ് ഒബ്ജക്ട്സുകൾ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസലിൽ തന്നെയാണ് അത് കളയേണ്ടത്.
ഓക്കെ, അത് റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് വോയിസ് കട്ടായി പോകുന്നത്. റേഞ്ചുള്ളവിടെ തിരിക്കുക. പഞ്ച് റെസിസ്റ്റർ കണ്ടെയ്നേഴ്സിലായിരിക്കണം ഇത്തരത്തിലുള്ള ഷാർപ്പ് ഒബ്ജക്ട്സുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, തോണിയോടത്തൊന്നും നമുക്കതൊന്നും വലിച്ചെടുത്തിടാനൊന്നും സാധിക്കില്ല അല്ലെ, അങ്ങനെ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, ഇൻസ്റ്റാൾ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്റർപ്രറ്റേഴ്സ്. Install ground fault circuit interpreters called a skilled electrician to test and repair damaged equipment. Install ground fault circuit interpreters. എന്താണ് interpreters? എന്താണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാല്? അതായത് ഏതെങ്കിലും കേടായ ഉപകരണങ്ങളിൽ നിന്ന്, OR എക്യുപ്മെന്റ്സിലുള്ള, അതായത് OR റൂമിലുള്ള ഏതെങ്കിലും ഉപകരണങ്ങളിൽ നിന്നും എന്തുണ്ടാവാൻ ചാൻസസ് ഉണ്ട്? ഷോക്ക് ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട് അല്ലേ. അപ്പോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇൻസ്റ്റാൾഡ് ചെയ്തിരിക്കണം. അതായത് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്റർപ്രറ്റേഴ്സ് സ്ഥാപിക്കേണ്ട ആവശ്യകത എന്ന് പറയുന്നത് എന്താണ്? കേടായ ഉപകരണങ്ങൾ പരിശോധിച്ച് അതിൽ നിന്നും ഷോർട്ട് സർക്യൂട്ട് അല്ലെ, എന്താണ് ഷോക്കിനുള്ള ചാൻസസ് ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഇത്തരത്തിലൊരു എന്താണ് ഡിവൈസ് അവിടെ ഉൾപ്പെടുത്തണം, ഇൻസ്റ്റാൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഏത് ഡിവൈസ് ആണ്? ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട്. ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്റർപ്രറ്റേഴ്സ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് അത് സ്ഥാപിക്കേണ്ടത്? ഏതെങ്കിലും തരത്തിലുള്ള ഷോക്ക് അല്ലെ, ഏതെങ്കിലും തരത്തില് ഏതെങ്കിലും തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളിൽ നിന്ന്, ഏതെങ്കിലും ഡിവൈസിൽ നിന്ന് ഷോക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇത്തരത്തിലൊരു സംവിധാനം ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് സ്ഥാപിക്കേണ്ടത്, ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ സ്കിൽഡ് ആയിട്ടൊരു ഇലക്ട്രീഷ്യനെ കൊണ്ടുവന്നത് ടെസ്റ്റ് ചെയ്തിട്ട് അത് റിപ്പയർ ചെയ്ത് വെക്കണം. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം ഒരു മിനിറ്റ് മുമ്പ് തന്നെ എന്താണ് എന്തെങ്കിലും ഒരു സർക്യൂട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് ആ മെഷീൻസിലൂടെ, ആ ഒരു ഡിവൈസിലൂടെ നമുക്ക് അത് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇത് ആക്റ്റീവ് ആവും. എന്തെങ്കിലും സർക്യൂട്ടുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ഫാസ്റ്റ് ആയിട്ട് തന്നെ ആക്റ്റീവ് ആയിട്ട് എന്ത് പറയുന്നു, അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അതായത് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ടി കാണിക്കുകയാണെങ്കിൽ ഈ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി അതവിടെ എന്താണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് തന്നെ സെക്കൻഡ്സിനുള്ളിൽ തന്നെ അതിലത് എന്താണ് ചിലപ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട്സിലായിരിക്കാൻ കാണിക്കുന്നത്, ലൈറ്റ്സിൽ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്റർപ്രറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലൊരു സംവിധാനം സ്ഥാപിക്കേണ്ടത് ഒരു ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ അത്യാവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? യാതൊരുവിധ ഷോക്കുകളൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ടുകൾ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഷോക്കിൽ നിന്ന് നമ്മൾക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് സ്ഥാപിക്കേണ്ടത്, ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ആ പ്രിവെന്റീവ് മെഷർ എന്താണെന്ന് മനസ്സിലായോ? മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? Then fourth point നോക്കി, put on a radiation dosimeter. Put on a radiation dosimeter, patch or other. When exposed to radiation, follow all safety instructions to less exposure to a minimum. എന്താണ് ഡോസിമീറ്റർ? ഡോസിമീറ്റർ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഡോസിമീറ്റർ എന്താണ്? അതായത് ഒരു തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വിവിധ തരത്തിലുള്ള റേഡിയേഷൻസ് അല്ലെ, വികിരണങ്ങൾക്ക് നമ്മൾ ശരീരം വിധേയമാകുന്നുണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്നും സേഫ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ധരിക്കുന്ന വെയർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ഒരു ബാഡ്ജ് ആണ് എന്താ ഡോസിമീറ്റർ എന്ന് പറയുന്നത്. അതായത് അയോണൈസേഷന്റെ റേഡിയേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, എക്സ്പോസർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെയർ ചെയ്യുന്നത് ബാഡ്ജ് രൂപത്തിലോ അല്ലെങ്കിൽ അതർ ടൈപ്പിലോ ഇത് എന്താണ് പേഴ്സണൽസ് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് എന്താ ഡോസിമീറ്റർ എന്ന് പറയുന്നത്.
അതായത് അയണൈസേഷന്റെ ലെവൽ അളക്കുന്നതിനുള്ളൊരു വാൾസ്. അത് ബാഡ്ജ് രൂപത്തിലാണ് അത് പേഴ്സൺസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതാണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ഡോസിമീറ്റർ എന്തായാലും വെയർ ചെയ്തിരിക്കണം. അതായത് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട്, സേഫ് ആവാൻ വേണ്ടിയിട്ട് അത്തരത്തിലൊരു റേഡിയേഷൻ ഡോസിമീറ്റർ ഉപയോഗിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, ആ റേഡിയേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് പ്രിവെൻഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഡോസിമീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, പോക്കറ്റ്സിലായിട്ടും ഉപയോഗിക്കും കേട്ടോ. അപ്പോ ബാഗ്സ് ആയിട്ടും അതുപോലെ തന്നെ പോക്കറ്റ്സിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഡോസിമീറ്റേഴ്സുകളും ഇത് അവൈലബിൾ ആണ്. ഓക്കെ, ഫോർത്ത് പോയിന്റ് ക്ലിയർ ആണോ? എന്തിനാണ് ഡോസിമീറ്റർ ഉപയോഗിക്കുന്നത്? ഡോസിമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്തിൽ നിന്ന് പ്രിവെൻഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്? റേഡിയേഷനിൽ നിന്നും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോസിമീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, install air conditioning with effective general ventilation in the operating room to less heat stress and remove odors, gases and vapors. എന്താണ് പറയുന്നത്? ഇൻസ്റ്റാൾ എയർ കണ്ടീഷനിങ് വിത്ത് എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ. ഒരു ഓയർ റൂമിലെ വെന്റിലേഷൻ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞത്? എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞത്? എഫക്റ്റീവ് ആയിട്ടൊരു വെന്റിലേഷൻ, ജനറൽ വെന്റിലേഷൻ ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. എന്തിൽ നിന്നൊക്കെ നമ്മൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? ബാഡ് സ്മെൽസുകൾ അല്ലെ, ദുർഗന്ധങ്ങള്, ഗ്യാസസ്. ഓഡോസ് എന്ന് വെച്ചാൽ എന്താണ്? ബാഡ് സ്മെല്ലുകൾ അല്ലെ, ദുർഗന്ധങ്ങളെയാണ് ഓഡോസ് എന്ന് പറയുന്നത്. ഗ്യാസസ് എന്താണ്? അവിടെ ഉപയോഗിക്കുന്ന ചില വാതകങ്ങള്, അത് പിന്നെന്താണ്? വേപ്പേഴ്സ് എന്താണ്? നീരാവി അല്ലെ, എന്നിവ നീക്കം ചെയ്യുന്നതിനും ഓപ്പറേഷൻ റൂംസ് ഫലപ്രദമായി പൊതു വെന്റിലേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെന്റിലേഷൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, ഇത്തരത്തിലുള്ള ഓഡേഴ്സും ഗ്യാസസും വേപ്പേഴ്സും ഇതും കൂടി നിന്നുകൊണ്ട് എന്താണ്, ഒരു ബാഡ് എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും കേട്ടോ. എഫക്റ്റീവ് ആയിട്ടൊരു വെന്റിലേഷൻ അവിടെ ഇല്ലെങ്കിൽ എന്തെല്ലാം അതിൻ്റെ ഉള്ളിൽ നിലനിൽക്കും? ഇത്തരത്തില് ദുർഗന്ധങ്ങളും ഗ്യാസസുകളും വേപ്പേഴ്സും ഒക്കെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കും. പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻ ചെയ്തില്ലെങ്കിൽ എന്താണ്, ഈ ഇത്തരത്തിലുള്ള ദുർഗന്ധങ്ങൾ നമ്മൾ ശ്വസിക്കേണ്ടി വരും. അവിടെ ഇൻഫെക്ഷൻസ് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഒന്നുകൂടി നോക്കിയേ, മനസ്സിലായോ അത്? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഒന്ന് പറഞ്ഞേ. ഗംഗ ഒന്ന് പറഞ്ഞേ, ഫസ്റ്റ് പോയിന്റ് ഒന്ന് പറഞ്ഞേ. പ്രിവെന്റീവ് മെഷേഴ്സിൽ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഗംഗ ഒന്ന് പറഞ്ഞേ. നമ്മള് നേഴ്സസ് ഒക്കെ നമ്മൾ ഷൂസ് പ്രിപ്പയർ ചെയ്തിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രിപ്പുള്ള ടൈപ്പിലെ ഷൂസ് നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ നമ്മുടെ ഷാർപ്പ് ഒബ്ജക്ട്സും കാര്യങ്ങളും ഒക്കെ നല്ല കെയർ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അത് നമ്മൾ കൃത്യമായി തന്നെ ഡിസ്പോസൽ ചെയ്യണം. പഞ്ചർ റെസിസ്റ്റർ കണ്ടാമിനേറ്ററിൽ വേണം ഷാർപ്പ് ഒബ്ജക്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഈ സ്കിൽഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യനെ കൊണ്ടിട്ട് നമുക്ക് ഷോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഏതെങ്കിലും എക്യുപ്മെന്റ്സിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഷോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ട് ഇന്റർപ്രിറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. അതിനെ ഇലക്ട്രീഷ്യനെ കൊണ്ട് ചെക്ക് ചെയ്യിക്കണം നമ്മൾ കറക്റ്റ് ആയിട്ട്. എന്താ വെച്ചാ അടുത്ത പോയിന്റ് പറഞ്ഞേ. പിന്നെ നമ്മൾ ഡോസിമീറ്റർ, റേഡിയേഷൻ ഡോസിമീറ്റർ യൂസ് ചെയ്യണം. വെച്ചാൽ നമ്മൾ റേഡിയേഷൻ അത് ചെയ്യാൻ നിൽക്കുന്ന സ്റ്റാഫിന് റേഡിയേഷൻ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോസിമീറ്റർ നമ്മൾ യൂസ് ചെയ്യണം. അത് ടൈപ്പിലെ ബാഡ്ജ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പിലെ ആയിരിക്കും, ബാഡ്ജ് ടൈപ്പ് ആയിരിക്കും അത് ഉണ്ടായിരിക്കുക.
പിന്നെ റേഡിയേഷനെ മിനിമം എക്സ്പോഷർ മിനിമം ആക്കാൻ വേണ്ടിയിട്ടുള്ള അതാണ് ആ ഡോസിമീറ്റർ. പിന്നെ എയർ കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്യണം. അത് നമ്മൾ ഈ ജേം ഫ്രീ ആയിരിക്കാൻ, പിന്നെ കൂൾ ആയിട്ടുള്ള റൂം ആയിരിക്കണം. AC യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഹീറ്റ് സ്ട്രെസ് കളയാനായിട്ട്, പിന്നെ ഓഡേഴ്സ്, അതിനകത്ത് ഉണ്ടാകുന്ന ഗ്യാസുകൾ, നീരാവി, വേപ്പേഴ്സ് ഇതൊക്കെ കുറയ്ക്കുമെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് OT ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻ റൂം ആവുള്ളൂ, ജേം ഫ്രീ ആവുള്ളൂ. ഓക്കെ, നമ്മളെ പ്രിവെന്റീവ് മെഷേഴ്സിൽ അപ്പൊ 5 പോയിന്റ്സ് ആണ് ഇവിടെ നോക്കിയത്. 5 നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടോ 5 ഡോസിമീറ്റർ എന്താണെന്ന് മനസ്സിലായല്ലോ? ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇൻഡിക്കേറ്റേഴ്സ് മനസ്സിലായല്ലോ? അഞ്ചാമതൊന്നുകൂടി പറയണോ? എന്തിനു വേണ്ടിയിട്ട്, എങ്ങനെ, ഏത് തരത്തിലുള്ള വെന്റിലേഷൻ ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്? എഫക്റ്റീവ് ആയിട്ടൊരു വെന്റിലേഷൻ കൊടുത്തില്ലെങ്കിൽ ഏതെല്ലാം വസ്തുക്കൾ ആ റൂമിൽ തങ്ങി നിൽക്കും? ഹീറ്റ് സ്ട്രെസ് ഉണ്ടാകും, അതുപോലെ എന്താണ് ഓഡേഴ്സ്, ദുർഗന്ധങ്ങള്, പിന്നെ എന്താണ് ഗ്യാസസുകള്, വേപ്പേഴ്സ് ഒക്കെ ഇതൊക്കെ തങ്ങി നിന്ന് എന്താണ് കൂടുതൽ അപകട സാധ്യതയ്ക്ക് കാരണമാകും. അപ്പൊ എന്താണ് പ്രോപ്പർ ആയിട്ടൊരു ജനറൽ വെന്റിലേഷൻ അവിടെ ഉണ്ടായിരിക്കണം. അതായത് ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് പോകാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്യാസസുകളും അതുപോലെ തന്നെ എന്താണ് താപസമ്മർദ്ദ ഹീറ്റ് സ്ട്രെസ്സുകളൊക്കെ ആ റൂമിൽ ഉണ്ടായിരിക്കും കേട്ടോ. സെക്കൻഡ് പോയിന്റോ? സെക്കൻഡ് പോയിന്റ് എന്താണ്? ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട്സ്. നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഷാർപ്പ് ഒബ്ജക്ട്സുകളായ നീഡിൽസ്, സിസേഴ്സ്, നൈഫ് അതുപോലുള്ള സാധനങ്ങളൊക്കെ എന്താണ് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. അത് പ്രോപ്പർ ആയിട്ട് വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യണം. അതായത് പഞ്ച് റെസിസ്റ്റർ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കണം ഇത്തരത്തിലുള്ള ഷാർപ്പ് ഒബ്ജക്ട്സുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. നമുക്ക് തോന്നുന്ന സ്ഥലത്തൊന്നും ഇത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓരോ സാധനങ്ങളും ഡിസ്പോസ് ചെയ്യാനായിട്ട് ഓരോന്നും ലേബിൾ ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ഈ ഷാർപ്പ് ഒബ്ജക്ട്സ് വെക്കുന്നത് ഏതിലാണ്? പഞ്ച് റെസിസ്റ്റഡ് കണ്ടെയ്നേഴ്സിലാണ് കേട്ടോ. അപ്പൊ അതിൽ മാത്രമേ ഇത് നിക്ഷേപിക്കാനായിട്ട് പാടുള്ളൂ. സെക്കൻഡ് പോയിന്റ് ഓക്കെ അല്ലേ? ഓക്കെ, എന്തിനാണ് റേഡിയേഷൻ ഡോസിമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്? ഫോർത്ത് പോയിന്റ് ആണോ ചോദിക്കുന്നത്? അതായത് നമ്മളുടെ റേഡിയേഷൻ അയണൈസേഷൻ, അതായത് റേഡിയേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാഡ്ജ് രൂപത്തിലുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. അതായത് റേഡിയേഷന്റെ ലെവല് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓരോ ഓപ്പറേഷൻ റൂംസിലൊക്കെ ഇതേപോലെ ഹൈബ്രിഡ് OT-യിലൊക്കെ ഇത്തരത്തിലുള്ള ഇമേജിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് റേഡിയേഷന് ചാൻസസ് ഉണ്ട് അല്ലെ. അപ്പൊ അത്തരത്തില് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള റേഡിയേഷൻസ് നമ്മുടെ ശരീരത്തിൽ ഏറ്റാൽ എന്താ സംഭവിക്കുന്നത്? മാരകമായ രോഗങ്ങൾക്ക് വരെ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് വരെ കാരണമായേക്കാം. അപ്പൊ അത്തരത്തില് അപകട സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോസിമീറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് പോക്കറ്റിൽ ഉപയോഗിക്കുന്ന തരത്തിൽ ഇന്ന് അവൈലബിൾ ആണ്. പലതരത്തിലുള്ള ഡോസിമീറ്റേഴ്സ് ഇപ്പോൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത് വെയർ ചെയ്യുന്നത്. പ്രധാനമായിട്ടും എന്താണ് റേഡിയേഷൻ എക്സ്പോസർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെയർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്, ഒരു ഉപകരണമാണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? യെസ്, റേഡിയേഷൻ പ്രിവെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. മനസ്സിലായോ കുട്ടികളെ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. യെസ്, പോവല്ലേ ഒരു കാര്യം. യെസ്, ഓക്കെ. അടുത്ത ക്ലാസ്സിൽ ചാപ്റ്റർ 6 എടുത്ത് വെക്കണം കേട്ടോ. നിങ്ങള് ചാപ്റ്റർ 6 ഹോസ്പിറ്റൽ വാർഡ് എന്ന ചാപ്റ്റർ എടുത്ത് വെക്കണം കേട്ടോ. PDF എടുത്ത് വെക്കാം. ഹോസ്പിറ്റൽ വാർഡ്സ് ചാപ്റ്റർ 6 നോക്കിക്കോ, പേര് നോക്കിയാൽ മതി. ഹോസ്പിറ്റൽ വാർഡ്സുകൾ കേട്ടോ, ചാപ്റ്റർ ആണ്. ഓക്കെ, താങ്ക് യു.